സാറ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളൊന്നാണ് ഈ മൊബൈൽ ന്യൂമറോളജി. 16 ഒരിക്കലും 16 ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ആകാശം മറിച്ചിടുന്ന രീതിയിലുള്ള ടാറ്റോ നാനോ എന്ന് പറഞ്ഞ ടാറ്റ നാനോ പണ്ടുണ്ടായിരുന്നു. ടാറ്റ എന്ന് പറഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ 1 നാനോ എന്ന് എഴുതി കഴിഞ്ഞാൽ 8 മൊത്തം പറിച്ച് ഗുജറാത്തിലോട്ട് നട്ട് എടുത്ത് എല്ലാം ചെയ്തിട്ട് പോലും ഈ 18ന്റെ കോമ്പിനേഷൻ കൊണ്ട് അത് ഫെയിലായത്. ഇവർക്ക് തന്നെ ടാറ്റയ്ക്ക് തന്നെ മനസ്സിലായി. കാരണം ടാറ്റയുടെ ഒരു വിഷണറി പ്രോജക്റ്റ് ആയിരുന്നു, ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഇത്. അവര് ഇപ്പൊ ടാറ്റ കർവ് എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്, CURVE എന്ന് എഴുതി കഴിഞ്ഞാൽ കർവ് എന്ന് പറയുന്നത്. ഇപ്പൊ അവര് CURVE നേട്ടേക്കുന്നത് ശുക്രമായിട്ട് അലൈൻ ചെയ്തേക്കുക. കാർ കമ്പനികളും ന്യൂമറോളജി നോക്കുന്നുണ്ട്. ഉണ്ട്. എന്തിന്റെ മാരുതി. സാറ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളൊന്നാണ് ഈ മൊബൈൽ ന്യൂമറോളജി. നമുക്ക് അറിയാം, നമ്മുടെ നാട്ടിലെല്ലാം ന്യൂമറോളജികൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ മൊബൈൽ ന്യൂമറോളജി വ്യത്യസ്തമാകുന്നത്? അത് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം പണ്ട് ഈ കാലത്ത് ഈ മൊബൈലൊന്നും ഇല്ലായിരുന്നു. ഈ മൊബൈലിൻ്റെ അതിപ്രസരം വന്നിട്ട് ലെസ് ദാൻ 20 years ആയിട്ടുള്ളൂ. അപ്പം ഈ മൊബൈലിന് ഒരുപാട് എനർജി ഉണ്ടെന്ന് ചോദിച്ചാൽ ചില ആൾക്കാർ വിശ്വസിക്കത്തില്ല. കാരണം മൊബൈൽ നമ്പറിൽ എനർജി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഭരിക്കാന്ന് പറഞ്ഞാൽ പ്ലാനറ്റുകളാണ്, അതായത് ഗ്രഹങ്ങളാണ്. ഈ ഗ്രഹങ്ങൾ തന്നെ ഇതിനകത്തുള്ളത്, അതായത് ഗ്രഹങ്ങളുടെ എനർജി. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ നമ്പേഴ്സിനകത്ത് 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ആണല്ലോ. അപ്പം ഈ 1 മുതൽ 9 വരെയുള്ള ന്യൂമറോളജി പ്രകാരം ഓരോ നമ്പേഴ്സിനും ഓരോ എനർജികളുണ്ട്. ഇപ്പൊ 1 എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, 2 എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്, 3 എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ അതായത് വ്യാഴം, 4 എന്ന് പറഞ്ഞാൽ രാഹുവാണ്, 5 എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ്. അതായത് ഇപ്പൊ 1 പറഞ്ഞു കഴിഞ്ഞാൽ രാജാവാണ്, 5 എന്ന് പറഞ്ഞാൽ രാജകുമാരനാണ്, പിന്നെ 6 എന്ന് പറഞ്ഞാൽ ശുക്രനാണ്, 7 എന്ന് പറഞ്ഞാൽ കേതുവാണ്, 8 എന്ന് പറഞ്ഞാൽ ശനിയാണ്, 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ. അപ്പം ഈ ഓരോ നമ്പർ പറഞ്ഞാലും ഓരോ നമ്പേഴ്സിന് എനർജി ഉണ്ട്. 1 എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, അതോറിറ്റിയുടെ ഗ്രഹമാണ്, ലീഡർഷിപ്പിന്റെ ഗ്രഹമാണ്, രാജാവാണ്, ഞാൻ പറയുന്നതാണ് ശരി, അല്ലെന്നൊരു ആ ഒരു പിടിവാശി, അല്ലെന്നൊരു പൊളിറ്റിക്കൽ പവർ. അപ്പൊ ആ 1 എന്ന് പറയുന്ന ആ ഒരു സംഭവം. അതേസമയത്ത് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ്. അതുപോലെ ഈ 2 എന്ന് പറഞ്ഞ ഈ പറഞ്ഞ മൂണിന്റെ എനർജി, ഒരുപാട് ഡ്രീമിങ്, ഒരുപാട് സ്വപ്നങ്ങള്, ഒരു സോഫ്റ്റ് കോർണർ ഉള്ളത്, അങ്ങനൊക്കെ ഉള്ളൊരു എനർജിയാണ്. 3 എന്ന് പറഞ്ഞപ്പോൾ വ്യാഴം പറഞ്ഞാൽ ആ വ്യാഴത്തിനെന്ന് പറഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവ്, പല രീതിയിലുള്ള ജോലിപരമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ്, ഫൈനാൻസ്, ഇങ്ങനെയൊക്കെ ഉള്ള ഇത്, അല്ല ഗുരുക്കന്മാർ പഠിപ്പിക്കുന്ന ഈ ടീച്ചേഴ്സ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു റേഡിയേഷനാണ്. അതുപോലെ രാഹു എന്ന് പറഞ്ഞാൽ 4 എന്ന് പറഞ്ഞാൽ ചട്ടമ്പിയാണ്. അതായത് ഒരു റോബിൻഹുഡിൻ്റെ ആയിട്ടുള്ള ക്യാരക്ടർ, ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, അല്ലെന്നൊരിൽ ആ ഒരു ചങ്കുറ്റവും അങ്ങനെയൊക്കെ ഉള്ളൊരു രാശിക്കാരൻ. പ്രത്യേകിച്ച് അത് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആയില്യ നാളിലൊക്കെ രാഹുവിൻ്റെ രീതി നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു ഇതുണ്ട്, ആ ഒരു പ്രകടനത്തിലും പെർഫോമൻസിലൊക്കെ. പിന്നെ 5 എന്ന് പറഞ്ഞാൽ മെർക്കുറി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബുധന്, വിദ്യാഭ്യാസത്തിൻ്റെ ഗ്രഹമാണ് ബുധന്, ബിസിനസ്സിൻ്റെ ഗ്രഹമാണ്, മോഡേൺ ടെക്നോളജിയുടെ ഗ്രഹമാണ്. അങ്ങനെ അല്ലെന്നൊരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ളത്. അതുപോലെ രാഹു ആണെങ്കിലും, രാഹു എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ്. രാഹു എന്നുകൊണ്ട് മോശമൊന്നുമല്ല, നല്ലതാണ്. പക്ഷേ രാഹുവിൻ്റെ എനർജിക്കകത്ത് വേറെ ഒരു ഗുണ്ടായുസം കയറി വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അതേപോലെ 6 ഇപ്പോൾ പറഞ്ഞ ശുക്രൻ എന്ന് പറഞ്ഞാൽ ആഡംബരത്തിൻ്റെ ഗ്രഹമാണ്. നല്ല ബാറ്, ഡാൻസ്, ഗേൾസ്, അല്ലെന്നൊരു എൻ്റർടൈൻമെൻറ്റ് എല്ലാം ഇവൻ ഈ പറയുന്ന കംപ്ലീറ്റ് ജീവിതത്തിലെ നല്ല നല്ല സൗഭാഗ്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതെല്ലാം ഈ ശുക്രൻ്റെയാണ്. ശുക്രൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആഡംബരം, നല്ല ഡ്രസ്സ് ധരിച്ച് നടക്കാനൊക്കെ ഉള്ളത്. അല്ലെന്നൊരു ചില കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ അവർക്കൊക്കെ കൊച്ചിലെയൊക്കെ അണിഞ്ഞൊരുങ്ങി നടക്കാൻ, പാട്ട് പാടാനുള്ള കഴിവ്, തന്നെ ഒരു 2 വയസ്സുള്ള കുട്ടികളൊക്കെ അഭിനയിക്കാനുള്ള ഒരു കഴിവ്, ഇതൊക്കെ ഈ ശുക്രൻ്റെ ആയിട്ടുള്ള ബർത്ത് ആയിട്ടുള്ള റേഡിയേഷനെ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് തന്നെ കേതുവിൻ്റെ എന്ന് പറഞ്ഞാൽ ദ മാഡ് സയൻറ്റിസ്റ്റ് എന്ന് പറയാം. 7 ദ മാഡ് സയൻറ്റിസ്റ്റ്, പഠിക്കാനും എടുക്കാനും. പക്ഷെ തന്നെ പല രീതിയിൽ അസ്ട്രോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ കൊണ്ടുത്തരുന്ന ഒരു ഗ്രഹമാണ് ഈ പറയുന്ന കേതു. പ്രത്യേകിച്ച് 777 ചില മൊബൈൽ നമ്പറിലൊക്കെ വന്നു കഴിഞ്ഞാൽ 777 മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ്. എന്തിനെ ബർത്തിയാട്ടി പോലും 777 വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കല്യാണം കഴിച്ചാൽ പോലും ഡൈവേഴ്സ് ആയിരിക്കും. ഒരു അങ്ങനെ 7/7/1977 ഇങ്ങനൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ നമ്പേഴ്സിനും ഒരുപാട് എനർജി ഉണ്ട്. കാരണം ഇതെന്താ പറയുക, ചില ആൾക്കാർ ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം 8 എന്ന് പറഞ്ഞാൽ ശനിയാണ്. ശനി എന്ന് പറഞ്ഞാൽ ബാങ്കിങ്ങിൻ്റെ ഗ്രഹമാണ്. അല്ലെ ഈ ഒരു കോമ്പിനേഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബാങ്കിലെ അക്കൗണ്ടുകൾ കാണാൻ, അല്ലെങ്കിൽ ഈ ജഡ്ജസ്, നീതിപാലകൻ അവിടെ. അപ്പോൾ 8. പക്ഷേ പല കാര്യത്തിലും ശനി ഡിലേ
ബട്ട് നെവർ ഡിനേ എന്ന് പറയുന്നത്. കാര്യങ്ങൾ താമസിച്ചേ നമുക്ക് തരത്തുള്ളൂ. പക്ഷെ വരിയിൽ ഇപ്പം തന്നെ നരേന്ദ്രമോദിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 52 വയസ്സൊക്കെ ആയപ്പോഴാണ് ഇതൊക്കെ ഒരു ചീഫ് മിനിസ്റ്ററൊക്കെ ആയേക്കുന്നത്. അത് കൊടുക്കും, അത് പയ്യെ കൊടുക്കുകയുള്ളൂ, ഡിലേ ആക്കും കാര്യങ്ങൾ. അപ്പം ഇതിപ്പോൾ എങ്ങനെ ഇപ്പം ശനിയുടെ കാര്യം പറഞ്ഞാലും ഇതിപ്പം അതിനൊരു എക്സാമ്പിൾ പറയാം. 1-8 കോമ്പിനേഷൻ. 1-8 ഒന്നെന്ന് പറഞ്ഞാൽ സൂര്യനാണ്, 8 പറഞ്ഞാൽ ശനിയാണ്. അപ്പം ഈ ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ഈ സൂര്യനൊന്നും അതോറിറ്റിയുടെ ഗ്രഹമാണെന്ന് പറഞ്ഞല്ലോ, പക്ഷേ ഇത് 2 ശത്രുക്കളാണ്. നമ്മുടെ അസ്ട്രോളജിക്കൽ പ്രകാരം അച്ഛനും മോനുമായിട്ടാണ് കൺസിഡർ ചെയ്തത്. പക്ഷേ ഇത് ശത്രുക്കളാണ്, ഗ്രഹങ്ങളാണ്. ഈ ശനി എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ്റെയും ഇതിൻ്റെയും എല്ലാം ഗ്രഹമാണ് പല രീതിയിലുള്ള. പക്ഷേ മറ്റൊന്നാണ് അതോറിറ്റിയുടെ ഗ്രഹമാണ്. ഞാൻ പറയുന്നതാണ് അതല്ല ഇങ്ങനെ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോമ്പിനേഷന് 1-8 നമ്മുടെ മൊബൈലിനെ പറ്റി സപ്പോസ് വന്നെന്ന് വെച്ചു, ഉറപ്പായിട്ട് അച്ഛനും മകനുമായിട്ട് അടിയായിരിക്കും, 100% ചേരത്തില്ല. അതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ ഒരു ബർത്തിയായിട്ട് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആണെന്ന് വരിക, ആ ഹസ്ബൻഡിൻ്റെ വൈഫിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടാവും. ഈ സെയിം ഒരു ലേഡി ആണെങ്കിലും ഈ 1-8 ഒക്കെ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ 100% അവർക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള പല ഒബ്സ്റ്റക്കിളും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്പോർട്സിന് വന്നിരിക്കും. അങ്ങനെ ഓരോ നമ്പേഴ്സിനും ഒത്തിരി എനർജി ഉണ്ട്. അപ്പം അന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ 9 എന്ന് പറഞ്ഞാൽ നമ്മൾ 9ൻ്റെ കാര്യം പറഞ്ഞില്ല. 9 എന്ന് പറഞ്ഞാൽ വാരിയറാണ്, ഫൈറ്ററാണ്. അതായത് ഇത് മാത്രമല്ല, ഒരു എന്താ പറയുക, ഞാൻ പറയുന്ന ജയിക്കണം, ഞാൻ പറഞ്ഞതേ നടക്കത്തുള്ളൂ, അങ്ങനെയുള്ള ഒരു ചുവട് എനർജി. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ സൂര്യൻ രാജാവാണ്, 5 ഈ പറഞ്ഞ മെർക്കുറി എന്ന് പറഞ്ഞു. ഈ അപ്പം പറയാൻ കാരണം ഈ 9 എന്ന് പറഞ്ഞാൽ 159 എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് അപ്പം രാജാവ് പറയുന്നത് രാജകുമാരനനുസരിക്കും. ഈ രാജകുമാരനും കൂടെ കൂടിക്കഴിഞ്ഞാൽ പടയാളി അത് അനുസരിക്കുക. അപ്പം ഈ ഒരു കോമ്പിനേഷൻ വരിക വളരെ നല്ലതാണ്. പിന്നെ ജൂപ്പിറ്റർ കയറി വരിക. ജൂപ്പിറ്റർ രാജാവും കൂടെ കൂടിക്കഴിഞ്ഞാൽ രാജാവിൻ്റെ ഉപദേഷ്ടകൻ അല്ലെന്നൊരു ടീച്ചറാണ്. ഒരു ടീച്ചർ പറഞ്ഞാൽ കേൾക്കാത്ത രാജാവുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോമ്പിനേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻ ആണെന്നൊരു ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് 1-9 കോമ്പിനേഷന്. വളരെ പവർ. ഇതിൽ മൊബൈൽ നമ്പറിൽ എങ്ങനെയാണ് ഇത് നമ്മൾ കണക്കാക്കുന്നത്? മൊബൈൽ നമ്പർ ഈ പറയുന്ന ഗ്രഹങ്ങള് പ്രത്യേകിച്ച് രാഹുൽ മൊബൈൽ നമ്പർ 10 അക്കങ്ങൾ കാണും. അപ്പൊ അതെങ്ങനെയാണ് 10 അക്കങ്ങൾ നമ്മൾ 10 അക്കങ്ങൾ എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ഇന്ന് അവൈലബിൾ ആണ്. കാരണം ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വോഡോഫോണിൻ്റെ ഒക്കെ മെയിൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല നമ്പേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും, നല്ല നമ്പേഴ്സ്. അപ്പോൾ ചിലപ്പോൾ 1000 രൂപ കൊടുക്കണമെന്നുള്ളൂ. പക്ഷേ നമുക്ക് ലോങ് ടൈം 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ഈ 1000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം. ഇതിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മൊത്തത്തിൽ കൂട്ടിയിട്ടാണ്? അല്ല, മൊത്തത്തിലല്ല, ഇന്റേണൽ കോമ്പിനേഷനിലാണ്. അതായത് ഇപ്പം സപ്പോസ് 1-4 വന്നാൽ പോലും കോർട്ട് കേസ് ഉണ്ടാവും. ഒരാളുടെ 1-4 കോമ്പിനേഷന് ഒരാളുടെ ഇതിനകത്ത് നോക്കിക്കോ, കോർട്ട് കേസ് ഉണ്ടായിരിക്കും ഒരു 3 വർഷത്തിൽ കൂടുതൽ ഈ ഒരു ഇത് ഉപയോഗിച്ചാൽ. 3-4 പല രീതിയിലുള്ള 3-4 കോമ്പിനേഷൻ, 3-4 ഒക്കെ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പാരലിസിസ്, വാദം മാതിരിയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ. അപ്പം ഈ അല്ലെന്നൊരു പാരലിസിസ്, ലെഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ചില കേസിൽ ഇൻക്യൂറബിൾ ഡിസീസ്, നമ്മുടെ ചില ഓർഗൻസിനൊക്കെ പ്രത്യേകിച്ച് ചില ഗ്രഹങ്ങൾ 2-7 ഒക്കെ വന്നെന്ന് വെച്ചു. ചില രീതിയിൽ പല രീതിയിൽ നമുക്ക് മെഡിക്കൽ സയൻസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതേപ്പറ്റി നമുക്ക് പറയാനുണ്ട്. ഇതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെയാണെങ്കിൽ ഇപ്പോൾ 2 നമ്പറുകൾ അല്ലെങ്കിൽ 2 സീരീസ് വരുമ്പോൾ അതിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമുള്ള ഒരേ സീരീസുകൾ ആ നമ്പറിലേക്ക് വരികയാണെങ്കിലോ? അതാണ് പ്രശ്നം. അനുകൂലവും പ്രതികൂലമായിട്ട് വരുമ്പോൾ കോൺഫ്ലിക്റ്റ് ആയി. അപ്പം അതായത് ഇതിൻ്റെ ഒരു സയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രഹങ്ങളെ അഴുക്കാക്കാനുള്ള കഴിവുണ്ട് അഴുക്ക് ഗ്രഹങ്ങൾക്ക്, അഴുക്ക് നമ്പേഴ്സിന്. ഇപ്പോൾ 1-8 വന്നു പറഞ്ഞു, അല്ലെന്നതിൽ ഇപ്പോൾ 4-5-5-4 ഒരു കോമ്പിനേഷൻ ഉണ്ട്. അതായത് അത് സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകണമെന്നൊരു 4 എന്ന് പറഞ്ഞാൽ രാഹു, നേരത്തെ ഞാൻ പറഞ്ഞ ഗുണ്ടയാണ്, ഗുണ്ടായ റോബിൻ ഹുഡിൻ്റെ ക്യാരക്ടറാണ്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജകുമാരനാണ്, പ്രിൻസാണ്. അപ്പോൾ ഒരു പ്രിൻസിന് എല്ലാ പവറും ഉണ്ട്. ഒരു രാജാവിൻ്റെ ഉള്ള അത്ര പവറില്ലല്ലോ, അതേമാതിരി ഉള്ളൊരു പവർ ഉള്ളതും അതിൻ്റെ കൂടെ ഒരു ഗുണ്ട തലവൻ കൂടെ വന്നു കഴിഞ്ഞാൽ പറയുന്നത് അവർ രണ്ടും കൂടെ ഒക്കെ ചങ്ങാത്തം പുറത്തേന്ന് വെച്ചോ, ഫ്രണ്ട്സ് ആയെന്ന് വെച്ചോ, അവിടെ പിന്നെ അടി പിഴി പ്രശ്നങ്ങൾ, അവർക്ക് ട്രാവൽ റെസ്ട്രിക്ഷൻ വന്നിരിക്കും ഇങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ ഉള്ളത്. അതുപോലെ മൾട്ടിപ്പിളായിട്ടുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ചില പോലീസ് കേസുകൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അപ്പോൾ ഈ നമ്പറിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ചുമ്മാ അല്ല പറയുന്നത്. അപ്പോൾ അതുപോലെ ചില കോമ്പിനേഷൻ 4-4 വന്നു കഴിഞ്ഞാൽ
ഉറപ്പായിട്ടും അവരുടെ വയറ് റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഡൈജസ്റ്റുമായിട്ട് പ്രശ്നങ്ങൾ ഈ 444 എന്ന് പറയുമ്പോൾ അടുപ്പിച്ച് വരണോ? അടുപ്പിച്ച് വന്നാൽ അടുപ്പിച്ച് 95 44 40 അല്ലല്ല 444 പല നമ്പർ ഒടുവിൽ ഇങ്ങനെ 444 എന്നുള്ള ഒടുവിലാണോ നമ്മൾ നോക്കുന്നത്? ഒടുവിലത്തെ ഒരു 4-5 നമ്പറിനാണ് കൂടുതൽ എനർജി പാസ് ചെയ്തത്. പക്ഷെ മൊത്തവും ചെക്ക് ചെയ്തിട്ട് എടുക്കുകയാണെന്നൊരു വളരെ നല്ലതാണ്. അപ്പം വളരെ അനുകൂലമായിട്ടുള്ള പല നല്ല റിസൾട്ട് വരും. പ്രത്യേകിച്ച് സ്റ്റുഡൻസിന്, സ്കൂളിൽ പഠിക്കുന്ന സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ആണെന്ന് ഒരു കാരണവശാൽ 3-4 കോമ്പിനേഷൻ കൊടുക്കല്ലേ, അല്ലെന്നതിൽ 6 കോമ്പിനേഷൻ കൊടുക്കല്ലേ, 1-6 ഒരിക്കലും 1-6 ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ആകാശം മറിച്ചിടുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക. ഈ രണ്ട് സംഖ്യകളും കൊണ്ട് മാത്രം ഇതിനെ അനാലിസ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ 10 നമ്പറുണ്ട്, ഈ 10 നമ്പറിലും 10 കോമ്പിനേഷൻ ആണെങ്കിലോ? അല്ലെങ്കിൽ അത് നമ്മള് എന്ന് പറയാൻ ഞാനിപ്പോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 36 പേജുള്ള ഒരു റിപ്പോർട്ടുണ്ട്. അതുകൂടാതെ മൊബൈൽ കറക്റ്റ് ചെയ്ത് മൊബൈൽ നമ്പർ നമ്മൾ കറക്റ്റ് ചെയ്ത് സാർ ഇത് പഠിപ്പിക്കുന്നുണ്ടല്ലേ? പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ നമ്മൾ എടുക്കും. ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ കേൾക്കുന്ന ആർക്കെങ്കിലും മൊബൈലിൻ്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മൊബൈൽ നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ പറയുന്ന സബ്ജക്റ്റുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട കണക്ഷൻ ഉണ്ടെന്നൊരു അവർക്ക് വാട്സപ്പ് നമ്പറുണ്ട്. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ബിസിനസ്സിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒരു എനർജി കൂടുതൽ കിട്ടണമെങ്കിൽ അങ്ങനെ ഏത് നമ്പറാണ്? അങ്ങനെ ബിസിനസിന്റെ ഗ്രഹം എന്ന് പറഞ്ഞാൽ 5 മെർക്കുറിയാണ്. നമുക്കൊരു 555 കോമ്പിനേഷനൊക്കെ എടുക്കുകയാണെന്നൊരു വളരെ അനുകൂലമാണ്. ബിസിനസ് സപ്പോർട്ട് ചെയ്യുന്നതാണ്, വിദ്യാഭ്യാസത്തെ സപ്പോർട്ട് ചെയ്യും. പല രീതിയിൽ അവർക്ക് ബിസിനസിൻ്റെ ആയിട്ടുള്ള വളർച്ച വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങളാണ്. എന്നാൽ ചില നമ്പേഴ്സ് അങ്ങനെ എല്ലാ നമ്പേഴ്സും അങ്ങനെ എടുത്തു കഴിഞ്ഞാലും പ്രശ്നങ്ങളാണ്. ഈവൻ അതുപോലെ ഫോറിൻ ട്രാവൽ ചെയ്യാനുള്ള ആൾക്കാർക്കാണ് 777 ഒക്കെ അനുകൂലമാണ്. അത് ഫോറിൻ ട്രാവൽ ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഡിറ്റാച്ച്മെന്റിന്റെ ഗ്രഹമാണ്. എന്നാലും ചില നമ്പേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ചില നമ്മൾ മൊബൈൽ നമ്പർ ചില പിക്ചേഴ്സ് സ്ക്രീൻ സേവറായിട്ട് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ സപ്പോസ് ഫ്ലൈറ്റിൻ്റെ പടം ഇട്ട് വെക്കാം. അങ്ങനെയൊക്കെ ഇത് മാത്രമല്ല, ഡ്രീമിങ് ഈസ് എ ലോഞ്ച് പാഡ് ടു ക്രിയേറ്റിംഗ് എ പോസിബിലിറ്റി ഔട്ട് ഓഫ് ദ ഇമ്പോസിബിലിറ്റി എന്ന് പറയാം. നമുക്ക് ഒരു സ്വപ്നങ്ങളാണ് നമ്മളെ ഇത്തരം വലുതാക്കുന്നതെന്നും നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തത്. നമ്മുടെ ഇപ്പം ബർത്തിയാട്ട് പോലും ഒരു 50% നമുക്ക് സപ്പോർട്ട് ചെയ്യുള്ളൂ. ബാക്കി നമ്മുടെ എഫേർട്ടാണ് 25%. പിന്നെ വാസ്തു ന്യൂമറോളജിക്കലായിട്ടുള്ള വേറൊരു ബന്ധങ്ങൾ. അപ്പം ഇതെല്ലാം കൂടെ ആകെ ഇതൊരു പാർട്ട് മാത്രമാണ് ഈ ന്യൂമറോളജി എന്ന് പറയുന്നത്. അതെ, അതായത് ചെറിയൊരു പോർഷനേ ഉള്ളൂ. കാരണം ആസ്ട്രോളജിയാണ് മെയിൻ. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ബർത്തിയാട്ടമായിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ ന്യൂമറോളജിയിലും ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ആൾക്കാരുടെ ക്യാരക്ടറെ അതായത് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അതുമാത്രമല്ല, ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ ഞാൻ ചെയ്യുന്നുണ്ട്. മിസ്റ്റിക്കൽ ട്രയാങ്കിൾ, ഇതൊന്നും കേരളത്തിൽ ഇല്ലാത്ത സബ്ജക്റ്റ് കേട്ടോ. മിസ്റ്റിക്കൽ ട്രയാങ്കിൾ എന്ന് ചിലപ്പോൾ ആരും കേട്ടിട്ട് പോലും ഇല്ല. മിസ്റ്റിക്കൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ മിസ്റ്റിക്കൽ ട്രയാങ്കിൾ എന്ന ഈ മൊബൈൽ ന്യൂമറോളജിയിലെ ഈ പറയുന്ന അല്ലാതുള്ള വേദിക് ന്യൂമറോളജിയുടെ എല്ലാം ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സംഭവം ഈ പറയുന്നത് മിസ്റ്റിക് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് വരുന്നത്? മിസ്റ്റിക്കൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ നോക്കിയിട്ടുള്ള പ്രിഡിക്ഷൻ തന്നെ. നമ്പർ നോക്കിയിട്ട് ഒരാളെ ബർത്തിയായിട്ട് വെച്ചിട്ട് നമ്മുടെ ആദ്യത്തെ ഒരു പാറ്റേൺ ഒരു ഇത് കാണും, രണ്ടാമത്തെ പാറ്റേൺ. അപ്പം ഇവിടുത്തെ പല രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ സംഭവിക്കുന്നത്. ഇങ്ങനൊരു മിസ്റ്റിക് ട്രയാങ്കിളിന്റെ കോളമൊക്കെ ഉണ്ട്, പലതും നെഗറ്റീവാണ്. പിന്നെ അങ്ങേ സൈഡിലുള്ള പോസിറ്റീവ്. ഇത് രണ്ടും കൂടെ കൂട്ടി വെച്ചിട്ടാണ് ഒരു മനുഷ്യനെ അനലൈസ് ആവുമെന്ന് പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇങ്ങനെ 1-2 അല്ല, ഈ ഒരു സബ്ജക്റ്റിന്റെ അടുത്ത ലെവലിലോട്ടൊക്കെ വരുമ്പോഴത്തേന് നെയിം അലൈൻമെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വരും. നെയിം അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സപ്പോസ് അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ലോസുകൾ വന്ന ആളാണ്. അപ്പം അമിതാഭ് ബച്ചൻ്റെ 2 C ഉണ്ട്, മാറ്റിയിട്ടുണ്ട്. ദിലീപ് 2 I ഇട്ടിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. കാരണം ഇതിനെല്ലാം ഒരു എനർജിയാണ്. എല്ലാ ആൾക്കാരും എനിക്കൊന്ന് ഈ സിനിമാക്കാരെല്ലാം ഇടയ്ക്കിടയ്ക്ക് പേര് മാറ്റുന്നുണ്ടെന്നല്ലേ. സിനിമയിൽ വന്നതിന് ശേഷം പിന്നീട് അവരുടെ പേര് മാറ്റുന്ന ഒരു എനർജി ബാലൻസ് ചെയ്യുവാണ്. ഇവൻ ബ്രാൻഡ് അലൈൻമെന്റ് ഞാൻ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. ബ്രാൻഡ് അലൈൻ ചെയ്യുക. ഒരാളുടെ ഒരു സപ്പോസ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ജിൻഡാൽ സ്റ്റീല് നമ്പർ 6 അലൈൻ ചെയ്തേക്കുന്നതാണ്. DLF അതുപോലെ ജിയോ എന്നുള്ളത് DLF ജിയോ എന്ന് പറഞ്ഞാൽ 117 ആണ്. 117 കോമ്പിനേഷൻ. അത് 9 കിട്ടുന്നത്. അതിനൊക്കെ ഒത്തിരി ഒരുപാട് മീനിങ്ങുകളുണ്ട്. ബിസിനസ്സിൽ പേരിടുമ്പോഴും നമ്മൾ ഇതൊക്കെ നോക്കും. 100% നോക്കുന്ന ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട്. ബിസിനസ് നെയിം ഇപ്പം നമ്മുടെ ബ്രാൻഡ് എലിമെന്റ് ഇപ്പം തന്നെ ഞാൻ 1-8 ഒരു കണക്ക് പറഞ്ഞായിരുന്നല്ലോ. ഈ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം 1 ഫസ്റ്റ് നെയിം ഒരാളുടെ സൂര്യന്റെ വന്നു 1. രണ്ടാമത്തെ നെയിം ഇപ്പം സപ്പോസ് ജോസഫ് മാത്യു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് നെയിം 1 വന്നു, രണ്ടാമത്തെ ഈ 8 വന്നെന്ന് വെച്ചു. അവരുടെ ലൈഫിൽ പല രീതിയിലുള്ള ഓബ്സ്റ്റക്കിൾ വന്നിരിക്കും.
കാരണം ഈ 8ന്റെ എനർജിയാണ് വന്നിട്ട് ആ ഒരു കോൺഫ്ലിക്റ്റാണ്. സാധാരണയായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നത് ഈ 8ഉം 1ഉം കൂടെ കൂട്ടിയിട്ട് 9 അങ്ങനെ ഒരു രീതിയിലല്ല. അതൊക്കെ മിസ്റ്റേക്കാണ്. കാരണം പല ആൾക്കാർ പഠിച്ചിട്ടല്ല. ഞാൻ പറയാം, കേരളത്തിൽ ന്യൂമറോളജി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വളരെ വിരളമായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. കാരണം ഇന്റേണൽ കോമ്പിനേഷൻ എങ്ങനെ ഇത് വന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1ഉം 8ഉം കൂടെ കൂടി 9 ഉണ്ടായി കഴിഞ്ഞാൽ പറ്റത്തില്ല. അതിൽ വേറെ അല്ലെന്നൊരിൽ 5ഉം 4ഉം 9 സപ്പോസ്, അതും നല്ലതല്ല. 5ഉം 4ഉം കൂടെ ചേരത്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞ രാഹുലിൻ്റെ ഈ പറഞ്ഞുമായിട്ടുള്ള ഒരു പ്രിൻസിഡൻ്റ് ആയിട്ടുള്ള ഒരു എനർജി. അപ്പോൾ ഒരുപാട് കോമ്പിനേഷനും ഒരുപാട് വർഷങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലെവലിലൊക്കെ എത്തിയേക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ജിൻഡാൽ ശീലായാലും ഇതുപോലെ ഒരുപാട് ബ്രാൻഡുകൾ, VLCC ഫേമസ് ബ്രാൻഡാണ്. VLCC ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ വീനസ് വെച്ചിട്ട് അലൈൻ ചെയ്തേക്കുന്ന. എന്തിനു പോകേണ്ടത്? നമ്മുടെ ടാറ്റോ നാനോ എന്ന് പറഞ്ഞ ടാറ്റ നാനോ പണ്ടുണ്ടായിരുന്നു. ടാറ്റ എന്ന് പറഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ 1 നാനോ എന്ന് എഴുതി കഴിഞ്ഞാൽ 8. ഈ ടാറ്റ നാനോ ഫെയിലിയർ ആകാൻ ഒരു കാരണം ഇപ്പോൾ ഉണ്ട്. പണ്ട് സിംഗൂറിലെ ഒരു തുടങ്ങി, അവിടുന്ന് മമതാ ബാനർജിയുടെ അവിടുന്ന് അവർ ചീഫ് മിനിസ്റ്റർ ആകാനും പിന്നെ നരേന്ദ്രമോദി ഉള്ള സമയത്ത് ഇതിൻ്റെ ഗുജറാത്തിലെ ഒരുപാട് പ്രോപ്പർട്ടി കൊടുക്കാനും അത് മൊത്തം പറിച്ച് ഗുജറാത്തിലോട്ട് നട്ട് എടുത്ത് എല്ലാം ചെയ്തിട്ട് പോലും ഈ 180ന്റെ കോമ്പിനേഷൻ കൊണ്ട് അത് ഫെയിലായത്. അതെന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ ഒരു എനർജിയാണ്. പേര് മാറ്റിയായിരുന്നെങ്കിൽ അത് അല്ല, അത് തന്നെ അവരുടെ കാര്യം അടുത്ത ഇനിയും പറയാൻ പോകുന്നത്. ഇപ്പൊ ഇവർക്ക് തന്നെ ടാറ്റയ്ക്ക് തന്നെ മനസ്സിലായി. കാരണം ടാറ്റയുടെ ഒരു വിഷണറി പ്രോജക്റ്റ് ആയിരുന്നു, ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഇത്. അവരുടെ കംപ്ലീറ്റ് പൊട്ടൻഷ്യലി യൂസ് ചെയ്തു കമ്പനിയുടെ. എന്നിട്ട് പോലും അത് സക്സീഡ് ആക്കാൻ പറ്റിയിട്ടില്ല, വിജയിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവര് ഇപ്പൊ ടാറ്റ കർവ് എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്. CURVE എന്ന് എഴുതി കഴിഞ്ഞാൽ കർവ് എന്ന് പറയുന്നത്. ഇപ്പൊ അവര് CURVE നേട്ടേക്കുന്നത് ശുക്രമായിട്ട് അലൈൻ ചെയ്തേക്കുക. അപ്പം അവര് പോലും ഇപ്പൊ ഈ ടാറ്റ കർവ് അങ്ങനെ ആക്കിയിട്ടിട്ടേക്കും. അപ്പൊ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു എനർജി പലരും കാർ കമ്പനികളും ന്യൂമറോളജി നോക്കുന്നുണ്ട്. ഉണ്ട്. എന്തിനാ മാരുതി, എന്തിനാ ഓൾട്ടോ, മാരുതി 5 മെർക്കുറി കൊണ്ട് അലൈൻ ചെയ്തേക്കുക. ഓൾട്ടോ വണ്ടി വീനസുമായിട്ട് അലൈൻ ചെയ്തേക്കുക. അങ്ങനെ പിന്നെ ഈ ചുമ്മാതെ വീനസുമായിട്ട് അലൈൻ ചെയ്താൽ അതും പ്രശ്നമുണ്ട്. കറക്റ്റ് അറിയുന്നവർ വേണം ചെയ്യാൻ. ചിലർ കൊണ്ട് ഈ ഇതിട്ട് 4-2 ഇട്ടിട്ട് വീനസിനെ കൊണ്ടൊക്കെ കോമ്പിനേഷൻ ചെയ്യാറുണ്ട്. അവരുടെ ജീവിതത്തിൽ ഫാമിലി ലൈഫ് എല്ലാം ഡിസ്റ്റർബായിട്ട് സ്പോയിലാവും. അപ്പം അങ്ങനെ വളരെ പഠിച്ചിട്ട് വളരെ പക്വമായിട്ടാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് നെയിമാണ്, സെക്കൻഡ് നെയിമാണ്, ഇത് എല്ലാം അലൈൻ ചെയ്യണം. ഇവൻ എൻ്റെ പേര് പോലും ഞാൻ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ രാജേഷ് താന്നിക്കൽ 2 അതിനകത്തുണ്ട്, 2 R അതൊക്കെ ഞാൻ ന്യൂമറോളജിക്കലി നമ്മൾ അലൈൻ ചെയ്തേക്കുന്നതാണ്. അല്ലാതെ എൻ്റെ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പേര് MP രാജേഷ് എന്നാണ്. പക്ഷെ എന്നാലും ഞാൻ തന്നെ പേര് മാറ്റി. ആ നമ്പറിനൊക്കെ ഒരുപാട് എനർജി ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം മൊബൈൽ നമ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ നമ്പേഴ്സിനും എല്ലാം എൻ്റെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഞാൻ തന്നെ അലൈൻ ചെയ്തേക്കുന്നതാണ്. അത് സാധാരണ ജനങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. അപ്പോൾ ഇതിൻ്റെ അത്ര എഫക്റ്റീവായിട്ടുള്ള കാര്യം ഇപ്പം ബ്രാൻഡ് നെയിം ആയാലും ഈ പറയുന്ന നെയിം അലൈൻമെന്റ് പേര് മാറ്റുന്നതും ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് തന്നെയല്ലാണെങ്കിലും ആർക്കെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തുടങ്ങണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കണമെങ്കിൽ സാറിനെ വിളിച്ചാൽ മതി. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.